ഒന്നിനു കൊള്ളില്ല. ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് പാളിപ്പോയെങ്കിലും ശരിക്കും ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാരമൽ പുഡിങ്ങാണ്. ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. നമുക്ക് പാലും പഞ്ചസാരയും അതുപോലെ തന്നെ കസ്റ്റാർഡ് പൗഡറുമാണ് വേണ്ടത്. ആദ്യം നമ്മൾ പഞ്ചസാര മെൽറ്റ് ചെയ്ത് കാരമൽ ചെയ്തെടുക്കണം. അവിടെയാണ് ഞങ്ങൾക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയത്. എത്ര നോക്കിയിട്ടും ഈ സാധനം മാത്രം മെൽറ്റായിട്ട് വരുന്നില്ല. കണ്ടില്ലേ, ഇതിങ്ങനെ ടൈം എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പാലിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടണം. അതിനുശേഷം പാലൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ആവശ്യത്തിന് എടുത്തിട്ട് അതൊന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് പാല് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഇത്രയൊക്കെ ചെയ്തിട്ടും നമ്മുടെ ഷുഗർ മാത്രമൊന്നും സെറ്റാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ക്ഷമ നല്ല കൂടുതലായതുകൊണ്ട് ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി, അത്രയും ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എല്ലാം കഴിഞ്ഞു പോയി ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ഇത്ര കോഫി ബ്രൗൺ കളറൊന്നും ആവേണ്ട. അത് കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും ഒടുക്കത്തെ കയ്പ്പായിരുന്നു, മൊത്തത്തിൽ നിന്ന് കയ്പോയി. ഇത് നല്ല ബേസാണ് നമ്മുടെ. ഇത് നന്നായിട്ട് വരികയാണെങ്കിൽ എല്ലാം സൂപ്പറായേനെ. ദെൻ വളരെ സിമ്പിളാണ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കസ്റ്റാർഡിൻ്റെ ആ ഒരു മിക്സ് ഇതിലൊഴിക്കുന്നു, സെറ്റ് ചെയ്യാൻ വെക്കുന്നു, ദെൻ തണുപ്പിക്കുന്നു, നമ്മൾ എടുക്കുന്നു, കഴിക്കുന്നു. അത്ര സിമ്പിളായിരുന്നെങ്കിൽ പോലും ഞങ്ങളിത് വളരെ നല്ല രീതിക്ക് കൊളാക്കി കൈ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഞങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. അതുണ്ടല്ലോ, നല്ല ഫ്ലഫി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ജെല്ലി പോലെ ഉണ്ടായിരുന്നു. നമ്മളിതിൽ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ. പക്ഷേ ഞങ്ങളുടെ ബേസ് ഒന്ന് ചെറുതായിട്ട് കൊളായിപ്പോയി. നിങ്ങളെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടൊക്കെ ഉണ്ടാക്കുക. നല്ലത് മാത്രം കാണിച്ചാൽ മതി. ഇങ്ങനെ കൊള്ളായതും കൂടി കാണിക്കേണ്ട. അതുകൊണ്ട് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.